إلى حضرة سيدنا مصطفى محمد صلى الله عليه وسلم سيدنا ابن عطاء الله السكندري رضي الله عنه والفاتحة سيدنا تخليف العمل السالمي القادري فضل الشهيد لبيك الأستاذ رضي الله عنه جميع مشايخنا وأساتذتنا كلهم أجمعين. الفاتحة. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين يا رب العالمين. തുറക്ക്. നമ്മൾ ഹിക്കമിന്റെ 40-ാമത്തെ ഹിക്കമത്തിലാണ് ഇപ്പോൾ ഉള്ളത്. ഹിക്കമിന്റെ 40-ാമത്തെ ഹിക്കമത്തിലാണ്. മനസ്സിലായോ? അതിൽ നിന്ന് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് ലാ തർഹൽ മിൻ കൗനിൻ ഇലാ കൗനിൻ, ഒന്നിൽ നിന്നും മറ്റൊന്നിലേക്ക്, ഒരു ലോകത്തിൽ നിന്നും മറ്റൊരു ലോകത്തിലേക്കല്ല പോകേണ്ടത്. പിന്നെ ആലമിൽ നിന്നും മുഹദ്ദിസിലേക്ക് പോകണം, അല്ലാഹുവിലേക്ക് പോകണം എന്നതാണ്. അതിന് ഉപോത്ബലകമായി മഹാനായ മുസന്നിഫ് റഹിമഹുല്ലാഹ് തന്നെ ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്ത ഹദീസിനെയാണ് കൊണ്ടുവരുന്നത്. അള്ളാഹുവിലേക്കാണ് അവന്റെ സർവ്വവിധമായ മനോധൈര്യവും അവന്റെ മനക്കെട്ടിയും അവന്റെ സർവ്വ ചിന്തകളും എല്ലാം അള്ളാഹുവിലേക്കാകണം. മനസ്സിലായി എന്നതിന് മഹാനായ മുസ്ലിം തെളിവെടുത്തതാണ്. അള്ളാഹു അല്ലാത്തതിനെ തൊട്ടെല്ലാം തിരിഞ്ഞു കളയണം. അതിന് മഹാനായ അള്ളാഹുവിലേക്ക് തന്നെ അവന്റെ മനോധൈര്യത്തിനെ, അവന്റെ മനനത്തിനെ, അവന്റെ മനസ്സിനെ അള്ളാഹുവിലേക്ക് തന്നെ അവൻ ഉയർത്തണം എന്നതിന് തെളിവെടുത്തതാണ് അല്ലാഹു ഈ ഹദീസിൽ ഹിജ്റത്തി, ഹിജ്റയുടെ ഹദീസ് കൊണ്ട് അല്ലദീ ഫി സ്വഹീഹിലുള്ളതാണത്. ഫഖാല വൻദുർ ഇലാ ഖൗലിഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ഫമൻ കാനത് ഹിജ്റത്തുഹു ഇലല്ലാഹ്, ഒരുവന്റേതായ വെടിഞ്ഞു പോകൽ അള്ളാഹുവിലേക്കായാൽ, വറസൂലിഹി അള്ളാഹുവിന്റെ റസൂലിലേക്കുമായാൽ, ഫഹിജ്റത്തുഹു ഇലല്ലാഹി, അവന്റെ ഹിജ്റ അള്ളാഹുവിലേക്കും അള്ളാഹുവിന്റെ റസൂലിലേക്കും ആകും. അതാണ് സർവ്വതിനെയും വിട്ട്. മനസ്സിലായില്ലേ? അർറഹീലു മിനൽ കൗനി ഇലൽ കൗൻ മിനർ റഹീൽ മിനശ്ശവി ഇലാ തലബിശ്ശവി, സമമായ ഒന്നിലേക്ക് തേടലാകും. പിന്നെ അത് അപ്പൊ പിന്നെ അതല്ല, അള്ളാഹുവിലേക്ക് പോകണം. മനസ്സിലായില്ല? ഏതുപോലെ മനുഷ്യന്മാർ ചില ആൾക്കാരുണ്ടല്ലോ, അള്ളാഹുവിലേക്ക് മുറിഞ്ഞു പോകും, പക്ഷെ ഉദ്ദേശം അള്ളാഹു അല്ല, ദുനിയാവ് അവനിലേക്ക് വരലാണ്. ഇലല്ലാഹി കഫാഹു കുല്ല മുഅ്മിനത്തിൻ വറസഖഹു മിൻ ഹൈതു ലാ യഹ്തസിബു എന്ന് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അള്ളാഹുവിലേക്ക് അങ്ങ് പോയി. കാനത്തിൽ ആഖിറത്തു നിയ്യത്തുഹു ജമഅല്ലാഹു അലൈഹി അംറഹു വജഅല ഗിനാഹു ഫീ ഖൽബിഹി വഅതത്തുഹു അദ്ദുനിയ വഹിയ സാഗിറത്തുൻ എന്നും റസൂലുള്ളാഹിന്റെ ഹദീസുണ്ട്. അവന്റെ ചിന്ത മുഴുക്കുകയും ആഖിറമായാൽ അള്ളാഹു അവന്റെ മേൽ എല്ലാ കാര്യങ്ങളും ഒരുമിച്ച് കൂട്ടും. അവന്റെ ഐശ്വര്യം അള്ളാഹു അവന്റെ ഖൽബിൽ ഇട്ടുകൊടുക്കും. ദുനിയാവ് വന്നാകെ അവനിലേക്ക് ഇങ്ങനെ അനുസരിച്ചുകൊണ്ട് ദുനിയാവ് വരും. ദുനിയാവിനെ പിടിക്കണ്ട. ദുനിയാവ് പിടിച്ചോ കുഴപ്പമില്ല. പിടിച്ചാൽ മൂസ നബി അലൈഹി സ്വലാമിന്റെ വടി പോലെയാണ്. പിടിച്ചു വെച്ചാൽ അവിടെ നിൽക്കും, പിടിച്ചു വിട്ടാൽ അത് പാമ്പായി പോകും. വിട്ടാൽ പാമ്പായി പോകും, നമ്മളെ കൊത്തിക്കളയും. ദുനിയാവ് വേണ്ടെന്നല്ല, ദുനിയാവ് വേണം. പക്ഷെ അതിന്റെ നേരാവണ്ണം അതിനെ കൊണ്ട് നടക്കണം, അല്ലെങ്കിൽ ദുനിയാവ് വേണ്ടെന്ന് വെക്കണം. അതാണ് മഹാനായ മുസന്നിഫ് റഹിമഹുല്ലാഹ് നമ്മളോട് പറഞ്ഞു തരുന്നത്. ഫമൻ കാനത് ഹിജ്റത്തുഹു ഇലല്ലാഹി വറസൂലിഹി ഫഹിജ്റത്തുഹു ഇലല്ലാഹി വറസൂലിഹി.
ومن كانت هجرته إلى دنيا يصيبها أو امرأة يتزوجها فهجرته إلى ما هاجر إليه. അതുകൊണ്ട് മഹാനായ മുസന്നിഫ് റഹിമഹുല്ലാഹ് പറയുന്നു, ഫഫഹം ഖൗലഹു അലൈഹി സ്വലാത്തു വസ്സലാം, പിന്നാലെ നബിയുടെ ഖൗൽ നീ മനസ്സിലാക്കണം. വതഅമ്മൽ ഹാദൽ അംറ, ഈ കാര്യം നീ ചിന്തിക്കണം. ഇൻ കുന്ത ദാ ഫഹ്മിൻ, നീ ബുദ്ധിയുള്ളവനാണെങ്കിൽ. അസ്സലാം അസ്സലാമു അലൈക്കും എന്ന് മുസന്നിഫ് റഹിമഹുല്ലാഹ് പറഞ്ഞു നിർത്തുകയും ചെയ്തു എന്ന്. എന്നാ അപ്പൊ അതാണ് നമ്മൾ ചെയ്യേണ്ടത്. ഹിജ്റ അള്ളാഹുവിലേക്കാകട്ടെ, സർവ്വതും വെടിഞ്ഞു പോകട്ടെ, അള്ളാഹുവിലേക്ക് പോകട്ടെ. അള്ളാഹുവിലേക്ക് പോയാൽ പിന്നെ നമുക്കെല്ലാം അള്ളാഹു തരും. ഒന്നിൽ നിന്നും മറ്റൊന്നിലേക്ക് പോവുക. അൽ-ഇന്തിഖാലു മിൻ വതനിൻ ഇലാ വതനിൻ ആഖറ ബിഹൈതി യഖ്ദറുൽ വതൻ അല്ലദീ ഖറജ മിൻ. പിന്നാലെ നബി മതി, അള്ളാഹു മതി എന്നും പറഞ്ഞുകൊണ്ടല്ലേ മക്കയിലുള്ള സഹാബത്ത് പിന്നാലെ നബിയോട് കൂടെ അങ്ങ് പോയത്. പിന്നെ അവർക്കെല്ലാം കൊടുത്തു അള്ളാഹു തആല. പിന്നെ അവർക്ക് എന്തൊരു ടൈറ്റലാണ് പിന്നെ അള്ളാഹു കൊടുത്തത്, റളിയല്ലാഹു അൻഹും റളു അൻഹു. അപ്പൊ ആ ഹിജ്റ ഇപ്പോഴും ഉണ്ട്. ഇപ്പം നമ്മളെ ഹിജ്റ ദുനിയാവിൽ നിന്നും, ദുനിയാവിന്റെ ചിന്തകളിൽ നിന്നും, അതിന്റെ ആർഭാടങ്ങളിൽ നിന്നും അള്ളാഹുവിലേക്ക് മടങ്ങുക, അശ്രദ്ധയിൽ നിന്നും ഉണർച്ചയിലേക്ക് വരിക. മനസ്സിലായില്ലേ? അങ്ങനെ അതിന്റെ മർത്തബകൾ പലതും ഉണ്ട്. ഗഫലത്തിൽ നിന്നും യഖ്ദത്തിലേക്ക്, ഈ ഓട്ടങ്ങളിൽ നിന്നെല്ലാം റൂഹിലേക്ക്, ആലമു സുവറിൽ നിന്നും ആലമുൽ അർവാഹിലേക്ക്, അധികാരത്തിൽ നിന്നും രാജാധികാരത്തിലേക്ക്. മനസ്സിലായില്ലേ? ഇൽമുൽ യഖീനിൽ നിന്നും ഐനുൽ യഖീനിലേക്ക്, അല്ലെങ്കിൽ ഹഖുൽ യഖീനിലേക്ക്. ഇങ്ങനെ പോകണം. അങ്ങനല്ലേ? ഫമൻ കാനത്ത് മിൻ ഹാദിഹിൽ മവാത്തിനി فمن هاجر من هذه المواطن قاصدا بهجرته الوصول إلى رضا الله ورسوله والوصول إلى معرفة الله ورسوله فهجرته وأن هجرة موصلة إلى الله ورسوله على حسب قصده وهمته. അത് അവന്റെ കരുത്തനുസരിച്ചാണ്, അവന്റെ കരുത്തും അവന്റെ ഹിമ്മത്തും അനുസരിച്ചുകൊണ്ടാണ് അതൊക്കെ ഉണ്ടാകുന്നത് എന്ന് മനസ്സിലായി. മഹാനായ മുസന്നിഫ് റഹിമഹുല്ലാഹ് സലാമും പറഞ്ഞു, വസ്സലാം, സലാം എന്നും പറഞ്ഞു. അതാണ് നമ്മൾ പറഞ്ഞത്. ഇനി നമ്മൾ പറയാനുള്ളത് 42ാമത്തെ ഹിക്മത്തെ പോലെയാണ്. ഈ 43ാമത്തെ ഹിക്മത്താണ് പറയാനുള്ളത്. അവിടുന്ന് അവിടെ ഒരുപാട് ആശയക്കാരൊക്കെ ഒരുപാട് പറഞ്ഞിട്ടുണ്ട്. وإن ترد وصلنا فموتك شرط لا ينال الوصال من فيه فضله ليس يدرك وصالي كل من فيه بقيار. അതിൽ തങ്ങൾ വൈദ്യത്തിൽപ്പെട്ടതാണ് അതൊക്കെ. അതാ فما مقصودهم جنات عدن فلا العور اللسان ولا الخياما. പിന്നെയോ ശിവാ നദറിൽ വജി, ശിവാ നദറിൽ, അങ്ങനെ ബാക്കി ബൈത്ത് നമുക്ക് ശാലിനിക്കാരൊക്കെ ഉണ്ടെങ്കിൽ പാടിക്കൊള്ളിനകത്ത് അല്ല. العمل على طلب الجزاء والدرجات, ദറജകൾ ഉണ്ടാക്കണം, അല്ലെങ്കിൽ ഉന്നതമായ സ്ഥാനങ്ങൾ വേണം. അതൊക്കെ നമ്മൾ പറയുന്ന ഹാലിൽ അത് നുഖ്സാനാണ്. അമല് കൊണ്ട് ഉദ്ദേശം ഏതാണ്? വജ്ഹുല്ലാഹിയാണ്. സ്വർഗമോ നരകമോ അല്ല, അല്ലാഹു തആലാനെയാണ്. കാരണം സ്വർഗവും നരകവും നമ്മളെ പോലുള്ള സൃഷ്ടികളെ പോലെ നല്ല എന്ത് പറയുന്നു. അങ്ങനെയാണ് വലിയ വലിയ മഹാന്മാർ ഹിജ്റത്തുഹു ഇലാ മാ ഹാജറ ഇലൈഹി. وهذا من باب حصر المبتدأ بالخبر.
സയ്യിദും സദീഖി എന്ന് പറഞ്ഞതുപോലെ അത് മാത്രമേ ഉള്ളൂ. ഇതിലെല്ലാം സദീഖ് ലഹു വൈലി എന്ന് പറഞ്ഞതുപോലെ അല്ല. പിന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതാണ്, പിന്നെ നെഫ്സിന്റെ ഹദ്ദ് നോക്കി പോകുന്നവർ അതിന് തന്നെ നിൽക്കും. അതാണ് ഇലംറാത്തിൻ യതസവ്വജുഹ ഹിജ്റത്തു ഇലാ മാ ഹാജറ ഇലൈഹി എന്ന് മഹാനവറുകൾ പറഞ്ഞു. അപ്പം അങ്ങനെ ആയാൽ പോലെ നമ്മൾ അല്ലാഹുവിലേക്ക് ഹിജ്റ പോകണം. അല്ല മഹാനായ സുഫിയാൻ ദാറാനി റളിയല്ലാഹു അൻഹുവിനോട് ചോദിച്ചു, എന്നോടങ്ങാണ് 2 റക്അത്ത് നിസ്കരിക്കലാണ്, ഫിർദൗസിൽ കിടക്കലാണ്, ഒന്നുകിൽ ഫിർദൗസിൽ കിടന്നു അല്ലെങ്കിൽ 2 റക്അത്ത് നിസ്കരിച്ചോ എന്ന് എന്നോട് റബ്ബ് പറയുകയാണെങ്കിൽ ഞാൻ 2 റക്അത്ത് നിസ്കാരത്തെ തിരഞ്ഞെടുക്കും. ലൗ ഖയ്യർതു ബൈന റക്അത്തൈനി വദുഖൂലിൽ ഫിർദൗസി ലഖ്തർതു റക്അത്തൈനി, ഞാൻ 2 റക്അത്തിനെ തിരഞ്ഞെടുക്കും. കാരണം അന്നി ഫിൽ ഫിർദൗസിൽ പോകൽ ബി ഹദ്ദി, അതെന്റെ നഫ്സിന്റെ ഹദ്ദാണ്. നിസ്കരിക്കലോ എന്റെ റബ്ബിനോടുള്ളതായ ഹദ്ദാണ്. മനസ്സിലായി? അതാണ് എന്റെ മേലെ. കുലു വശ്റബു ഖാല ശിബിലി റളിയല്ലാഹു അൻഹു ഇഹ്ദർ സൂക്ഷിക്കണം, എപ്പോഴും സൂക്ഷിക്കണം. ഹലോ ഫീ ഖൗലിഹി തആല വകുലു വശ്റബു എന്ന് ഖുർആനിൽ പറഞ്ഞാണ്, തിന്നോളം കുടിച്ചാണ്. തിന്നോളം കുടിച്ചാനാണെന്ന് പറഞ്ഞാൽ അതിന്റെ ലാഹിർ ഇക്റാമും ഇന്നാമാണെങ്കിലും അതിന്റെ ഉള്ളില് പരിശോധനയുണ്ട്. ഇബ്തിലാഉ വഖ്തിബാറൻ ഹത്താ യൻദുറ മൻ ഹുവ മഅഹു വമൻ ഹുവ മഅൽ ഹദ്ദി. അല്ലാഹുവിനോട് കൂടെ ആരാണ്? അവന്റെ നഫ്സിന്റെ ഹദ്ദിന് വേണ്ടിയിട്ടാണോ തിന്നുന്നത്, അല്ല ഇബാദത്തിന്റെ ഖുവത്തിന് വേണ്ടിയിട്ടാണോ? അവിടെയും എന്തുണ്ട്? ലാഹിർ നോക്കിയാൽ അത് അല്ലാഹു തആല നമുക്ക് ഇക്റാമ് ചെയ്ത് നമുക്ക് അനുഗ്രഹം ചെയ്താണെങ്കിൽ അതിന്റെ ബാത്തിനിൽ അല്ലാഹു തആലയുടെ പരീക്ഷണവും പരിശോധനയും ഉണ്ട് എന്ന് മഹാനായ അബൂൽ ഹസൻ ഇശ്ശാദിലി തങ്ങൾ പറഞ്ഞു. അപ്പൊ എപ്പോഴും അല്ലാഹുവിന്റെ മുന്നിൽ മാത്രം. ربما كنت مسيئا فأراك. ഇനി രണ്ടാമത്തെ, ഇനി 44-ാമത്തേതാണ്. ربما كنت مسيئا فأراك الإحسان منك صحبتك من هو أسوأ حالا ما قل عمل برز من قلب زاهد فلا كثر عمل برز من قلب راغب. الله